الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم خذوا زينتكم عند كل مسجد فكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ഖുദൂ നിങ്ങൾ സ്വീകരിക്കുക, സീനത്തക്കും നിങ്ങളുടെ അലങ്കാരം, നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ മോടി, ഇൻദ കുല്ലി മസ്ജിദിൻ എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും എല്ലാ പള്ളികളിലും, വകുലു നിങ്ങൾ തിന്നുക, വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക, വലാ തുസ്രിഫു ദുർവ്യയം പാടില്ല. ഇന്നഹു തീർച്ചയായിട്ടും കാര്യമെന്തെന്നാൽ, ലാ യുഹിബ്ബു ഇന്നഹു തീർച്ചയായും അവൻ നാഥൻ, ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ മുസ്രിഫീൻ ദുർവ്യയം ചെയ്യുന്നവരെ, ധൂർത്ത് കാണിക്കുന്നവരെ. അർത്ഥം ഒന്നുകൂടി പറയാം. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ഖുദൂ സീനത്തക്കും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരം സ്വീകരിക്കുക, ഇൻദ കുല്ലി മസ്ജിദിൻ എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും, ചില വ്യാഖ്യാതാക്കൾ എല്ലാ നമസ്കാര സന്ദർഭങ്ങളിലും, മറ്റു ചിലർ എല്ലാ പള്ളികളിലും. മസ്ജിദ് എന്ന സുജൂദ് ചെയ്യുന്ന സ്ഥലം. വകുലു വഷ്റബു നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫു ദുർവ്യയം പാടില്ല, ധൂർത്ത് പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ തീർച്ചയായും അവൻ നാഥൻ അല്ലാഹു, ലാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ മുസ്രിഫീൻ മുസ്രിഫീങ്ങൾ. അർത്ഥം വളരെ വ്യക്തമാണ്, ഒരാശയക്കുഴപ്പത്തിനും പഴുതില്ല. നമസ്കാര സന്ദർഭങ്ങളിൽ എന്ത് വേഷം ധരിക്കണം? ഒരു ഈനിയ ടീഷർട്ടും ഒരു കള്ളിത്തുണി അങ്ങനെയൊക്കെ മതിയോ? ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഖുറൈശികൾ ഒഴിച്ചുള്ള അറബികൾ. അവർ കഅബ തവാഫ് ചെയ്യുമ്പോൾ നഗ്നരായിട്ട് തവാഫ് ചെയ്യും. നഗ്നർ എന്താ അങ്ങനെ? അതുവരെ ധരിച്ച വസ്ത്രം പാപക്കറ പുരണ്ട വസ്ത്രങ്ങളാണ്. അത് ധരിക്കാൻ പാടില്ല തവാഫ് ചെയ്യുമ്പോൾ. തവാഫ് അള്ളാഹ്ക്കുള്ള പ്രത്യേക ഇബാദത്താണല്ലോ. ഒന്നുകിൽ ഖുറൈശികൾ അവർക്ക് വസ്ത്രം കൊടുക്കണം. അവർ വന്ന വസ്ത്രം അയച്ചു വെച്ചിട്ട് ഖുറൈശികൾ ആരെങ്കിലും, അവരാണല്ലോ കഅബൻ്റെ കമ്മിറ്റിക്കാർ പറയുന്നത് ആരാ? ഞങ്ങളാണ് പള്ളി കമ്മിറ്റിക്കാർ, കഅബൻ്റെ കമ്മിറ്റിക്കാർ ഞങ്ങളാണ് ഖുറൈശികൾ പറയണത്. ഞങ്ങളാണ് ഇതിൻ്റെ ഉരാളന്മാർ, ഞങ്ങളാണ് ഇതിൻ്റെ സംരക്ഷകർ, ഞങ്ങളാണ് ഇവിടെ വരുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടവർ. വെള്ളം കൊടുക്കുന്നത് ഞങ്ങളാണ്, ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ധരിക്കണ വസ്ത്രം ധരിച്ചു കൊണ്ട് വേണമെങ്കിൽ തവാഫ് ചെയ്യാം. ഓലുണ്ടാക്കിയ നിയമം, അള്ള ഉണ്ടാക്കിയ നിയമം ഒന്നല്ല. അപ്പോൾ ചിലവർക്ക് ഖുറൈശികൾ വസ്ത്രം കൊടുക്കൂല, ഖുറൈശികൾ പരിചയമുള്ളവരെ കിട്ടൂല. അപ്പം എന്ത് ചെയ്യണം? വന്ന വസ്ത്രം അയച്ചു വെച്ചിട്ട് നഗ്നരായിട്ട് തവാഫ് ചെയ്യും. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും? സ്ത്രീകൾ രാത്രിയാക്കും. ഇന്നത്തെ മാതിരി നല്ല ലൈറ്റൊന്നും ഉണ്ടാവില്ല, അവിടെ ചെറിയൊരു എണ്ണവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നഗ്നരായി തവാഫ് ചെയ്യുന്ന ഏർപ്പാട് അള്ളാഹ് നിർത്തിക്കുകയാണ് അവരെ കൊണ്ട്. അപ്പം അതിനവരോട് പറഞ്ഞത്, നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നല്ല, നിങ്ങൾ ഔറത്ത് ധരിക്കണം മറക്കണം എന്നല്ല, സീനത്ത് ധരിക്കണം എന്ന്. ഖുദൂ സീനത്ത്, അത് ഔറത്ത് മറക്കലാവില്ല, അത് സീനത്താവില്ലല്ലോ, അലങ്കാരമാവില്ലല്ലോ. ഔറത്ത് മറക്കാൻ നമ്മളിപ്പോൾ പഠിച്ച കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ മുട്ടിൻ്റെയും പുക്കളിൻ്റെയും ഇടയിലുള്ള ഔറത്ത് മറച്ചാൽ അത്ര മതി. പെണ്ണുങ്ങൾക്ക് മുൻകൈയും മുഖം ഒഴിച്ച് ബാക്കി.
അപ്പോൾ അങ്ങനെ നമ്മൾ ഔറത്ത് മറച്ചു കാണ്ട് നിസ്കരിക്കാൻ നിൽക്കുക പറഞ്ഞാൽ അത് അന്ന് ആർക്കാണ്? അതേ ഉള്ളൂ അവർക്കത് മതി. ഇപ്പോൾ ഫലസ്തീനിൽ അല്ലെങ്കിൽ സിറിയയിൽ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റമെത്തിയ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒരു വസ്ത്രം കീറിയത് അത് ധരിച്ചിട്ടുള്ള സ്കൂളിലൊക്കെ വരുന്ന കുട്ടികളുണ്ട് ചില പ്രദേശത്ത്. ആകെ അതേ ഉണ്ടാവുള്ളൂ, ഒരു നീളം കുപ്പായം. ഓൽക്കത് മതി. അല്ല, ഒരു മുണ്ടേ ഉള്ളൂ, ഔറത്ത് കഷ്ടി മറയും. അതാ സഹാബികളിൽ പലരും അങ്ങനെയായിരുന്നു. ഒറ്റ തുണി മാത്രം. അപ്പോൾ അവർക്ക് ഔറത്ത് പറഞ്ഞാൽ മുട്ടിൻ്റെ മുക്കുണ്ട്, അവർക്കത് മതി. അതല്ല, കുറച്ചുകൂടി വലുപ്പമുണ്ടെങ്കിൽ അതുകൊണ്ട് പെരടി കൂടി എനിക്ക് കെട്ടണം എന്നാ. ഒറ്റ വസ്ത്രത്തിൽ ധരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കരിക്കരുത് എന്ന് റസൂൽ, ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരോട് അലങ്കാരം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാന്യമായ വേഷം ധരിക്കണം തന്നെയാണ്. അപ്പോൾ മസ്ജിദ് എന്നുള്ളതിൻ്റെ അർത്ഥവ്യത്യാസമാണെന്ന് ആരാധനാ സന്ദർഭങ്ങളിൽ എന്ന് ചില പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു നമസ്കാര സമയമാണെന്ന്, ചില പണ്ഡിതന്മാർ പറഞ്ഞു പള്ളികളാണെന്ന്. എന്തായിരുന്നാലും ഏറ്റവും മിനിമം നമസ്കരിക്കുമ്പോൾ പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നല്ല ഭംഗിയുള്ള വേഷം ധരിക്കണം. കള്ളിത്തുണി ഇട്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പെരീന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ മതി. അള്ളാഹ് പറഞ്ഞ എന്താ? ഖുദൂ സീനത്തക്കും. സീനത്ത് പറഞ്ഞാൽ എന്താ? ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കേട്ടോ, ഞാൻ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം ഞാൻ പറയാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു മൗല ഉണ്ടായിരുന്നു. മൗല എന്ന് പറഞ്ഞാൽ വിമോചിത അടിമ. അത് നാഫിഉ ആണ് ഇത് പറയുന്നത്. നാഫിഉ എന്ന് പറഞ്ഞാൽ താബിഈയാണ്. നാഫിഉ റഹ്മത്തുള്ളാഹി അലൈഹി. അബ്ദുല്ലാഹ് ബിൻ ഉമർ തൻ്റെ മൗലയോട്, തൻ്റെ വിമോചിത അടിമയോട് എവിടേക്കോന്ന് പറഞ്ഞേക്കാൻ നോക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അയാൾ സുന്നത്ത് നിസ്കരിക്കുക. അബ്ദുല്ലാഹ് ബിൻ ഉമർ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ എന്നെ വേറൊരാവശ്യത്തിനും പറഞ്ഞേക്കാം, അതിന് തുണി കുപ്പായിട്ട് പോകുമോ? അതിന് പോകില്ല, ഞാൻ ഒന്ന് മാറ്റി വൃത്തിയിലേ പോകുള്ളൂ, ഭംഗിയിലേ പോകുള്ളൂ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ, അള്ളാഹിൻ്റെ മുമ്പിൽ പിന്നെ എങ്ങനെയൊക്കെ മതിയില്ലേ, അങ്ങനെയൊക്കെ മതി. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഞാനിത് ഒരുപാട് വിശദീകരിച്ച് ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സീനത്ത് പറഞ്ഞാൽ എന്താ? സീനത്ത് എന്ന അലങ്കാരം എന്നോ ഭംഗി എന്നോ 2 തരത്തിലാണ് മനുഷ്യന് സൗന്ദര്യം ഉണ്ടാവുക. ഒന്ന് ജമാലാണ്, അത് പ്രകൃതിയിൽ ഓരോരുത്തർക്കും കിട്ടിയ ഭംഗിയാണ്. മറ്റൊന്ന് സീനത്താണ്, അത് നമ്മൾ വേഷത്തിലൂടെയും ഒക്കെ ഉണ്ടാക്കി. നമ്മൾ താടി ഉണ്ടാവും, മീശ ഉണ്ടാവും, അതൊക്കെ വൃത്തിയിലും ഭംഗിയിലും ഒതുക്കി ഉണ്ടാക്കുന്നതാണ് സീനത്താവുന്നത്. അപ്പോൾ സീനത്താവുക. വേഷം അങ്ങനെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കുക എന്ത് വേണം. ഞാൻ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുദൂ സീനത്തക്കും എൻ്റെ കുല്ലി മസ്ജിദ്, അതെ, ബാക്കി അതിൻ്റെ ഭാഗം അടുത്ത ഇൻഷാ നമുക്ക് നാളെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കേട്ടോ, എല്ലാവരോടും പറയാറുണ്ട്. ഓരോന്നിനും ഓരോ വേഷങ്ങളുണ്ട്. ഒരു കളക്ടറുടെ മുമ്പിലേക്ക് ഒരു ചർച്ചയ്ക്ക് പോവുകയാണെങ്കിൽ, ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മൾ കൃഷിക്ക് പോവുക, അതിൻ്റെ പണി വേഷം ഉണ്ടാവും, തൊഴിൽ വേഷം ഉണ്ടാവും. ഓരോന്നിനും ഓരോ വേഷം. അല്ലാഹ് നമ്മളോട് നമസ്കാര സമയത്ത് ഭംഗി സ്വീകരിക്കണം, അതാണ് യൂണിഫോം. അതിൻ്റെ ഭംഗി അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ സംബന്ധിച്ച് ആലോചിക്കുക. അത് വളരെ ഗൗരവമായിട്ട്. ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടുവെന്ന് വരും. പക്ഷെ അത് ഖുർആൻ്റെ പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിരിക്കണം ഈ വിഷയം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വേഷത്തിൽ ഓഫീസിൽ പോകുമോ? ഈ വേഷത്തിൽ കല്യാണത്തിന് പോകുമോ? പോകില്ല. അത് നമ്മൾ നേരെ കാണുന്നതിന് പോലും ഏറ്റവും ഭംഗിയിലേ പോകുള്ളൂ. ആ ഭംഗി പള്ളിയിലും ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ അഭിപ്രായമല്ലല്ലോ. ഖുർആൻ പറഞ്ഞു, യാ ബനി ആദം, അല്ലയോ ആദമിൻ്റെ മക്കളെ, ഖുദൂ, നിങ്ങൾ സ്വീകരിക്കുക, സീനത്തക്കും, നിങ്ങളുടെ അലങ്കാരം. അപ്പോൾ അതാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഒരു ബൈമ പോകാറില്ലേ, അല്ലെങ്കിൽ ഒരു ബൈക്ക് പോകാറില്ലേ? ഞാൻ എന്താ നാളൊന്ന് ഒരുങ്ങിക്കണല്ലോ, ഒരു ബൈക്ക് പോകണ മാതിരി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പ്രയോഗമാണ്, ആള് നല്ല ചൊങ്കനയിക്കണല്ലോ, നല്ല സുന്ദരനയിക്കണല്ലോ, എന്താ ഒരു ബൈക്ക് പോണ മാതിരി ഉണ്ടല്ലോ, നല്ല. അത് നിസ്കരിക്കുമ്പോഴും വേണമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഖുദൂ സീനത്തക്കും
എന്താ കുല്ലി മസ്ജിദ്. പക്ഷേ ഈ വിഷയത്തിൽ മുസ്ലിം സമുദായം വളരെ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുണ്ട്. നമ്മളെ പള്ളികളിലൊക്കെ പോയാൽ അറിയാം, നല്ല തുണിക്കുപ്പായിട്ട് കണ്ട് പെരേക്ക് വന്ന് വാങ്ങ് കൊടുത്താൽ അതിൽ മൂന്നൊരു കള്ളിത്തുണി ഇട്ട് പോയി. അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? അങ്ങനെ നമ്മൾ കാണും. ഇത് തിരുത്തണം. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ തിരുത്താൻ സന്നദ്ധരല്ലെങ്കിൽ നമ്മൾക്ക് ഖുർആനുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ അതിന്. ഖുർആനിൽ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വരുന്ന ഉദാഹരണം എന്തിനാണ്? ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ജുലൈബീബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വളർന്ന വളരെ പ്രമുഖനായ സ്വഹാബി. പക്ഷെ കാണാൻ അദ്ദേഹത്തിന് ഒരു സൗന്ദര്യമല്ല, അദ്ദേഹത്തെ കണ്ട ഒരു കൗതുകമല്ല. അങ്ങനെ അദ്ദേഹം വിവാഹപ്രായമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ജുലൈബീബെ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഇങ്ങനെ ഒറ്റത്തടിയായി നടന്നാൽ മതി. നമ്മളൊക്കെ ചോദിക്കണം അതേ ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു. അപ്പോൾ ജുലൈബീബ് റളിയല്ലാഹു അൻഹു തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദ്യം ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ആരാ ഒരു പെണ്ണിനെ കെട്ടിച്ചേരാ, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? കാണാൻ ഭംഗിയില്ല, ഒരു കൗതുകമില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിനെ പറഞ്ഞുതരാം, അത് അവിടെ പോലെ വാപ്പാനോട് മാനാൻ പോയിട്ട് നേരെ പോയി ഞാൻ ചോദിക്കുക, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞാച്ചാണ് എനിക്ക് കെട്ടിച്ചു തരാൻ പറഞ്ഞേക്കണം ഓലെ മകളെ. അപ്പോൾ അദ്ദേഹം ആ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. വാപ്പിയമ്മയും സമ്മതിച്ചില്ല. അതെന്താ? ഇയാൾ എൻ്റെ മരുവനായിട്ട് എൻ്റെ മോൾക്ക് ഭർത്താവായിട്ട് ഉള്ള കുഫു വെക്കൂല, ശാരീരികമായിട്ടേ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ നോക്കുക, ഒരു സൗന്ദര്യം നോക്കൂലേ? അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോന്നു. ജുലൈബീബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അദ്ദേഹം മടങ്ങുന്നതോടുകൂടി വീട്ടിൻ്റെ അകത്തു നിന്ന് പെൺകുട്ടി, ഈ വിവാഹം ആലോചിക്കപ്പെട്ട പെൺകുട്ടി സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിക്കുക ബാപ്പാക്കും ഉമ്മാക്കും. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനിനും ഒരു മുഅ്മിനത്തിനും പാടില്ല, ആണാവട്ടെ പെണ്ണാവട്ടെ, മുഅ്മിനീങ്ങൾക്ക് പറ്റൂല. വമാ കാന ലിമുഅ്മിനിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു തീരുമാനമെടുത്താൽ, ഒരു വിധി വിധിച്ചാൽ, ഒരു ഖലാ നടത്തിയാൽ, ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ വിധി പ്രഖ്യാപിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ മറിച്ചൊരു തെരഞ്ഞെടുപ്പിന് അവകാശമില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനോടും അവൻ്റെ ദൂതനോടും അനുസരണക്കേട് കാണിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായി വഴി തെറ്റിപ്പോയിരിക്കുന്നു. ഇത് ഈ പെൺകുട്ടി വാപ്പാക്കും ഉമ്മാക്കും വീടിൻ്റെ അകത്തു നിന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? വാപ്പ ഉമ്മ അയാൾ ഇന്ന കല്യാണം ആലോചിച്ച് വന്നേക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേച്ചിക്കാണ് ഇന്നെ കെട്ടിച്ചു കൊടുത്തോളി എന്നാ വരികൾക്കിടയിലുള്ളതിൻ്റെ അർത്ഥം അല്ലേ? വരികൾക്കിടയിലുള്ളതിൻ്റെ അർത്ഥം അതല്ലേ, എന്നെ കെട്ടിച്ചു കൊടുത്തോളി, അല്ലെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, വഴി തെറ്റിപ്പോയാണ്. ഇത് കേട്ട ഈ രക്ഷിതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പാഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിയിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ ഞാൻ മോളെ കെട്ടിച്ചു കൊടുക്കാം. അറിയാതെ പറ്റിപ്പോയതാ. അതിൻ്റെ അർത്ഥം എന്താണ്? വിവാഹ കാര്യത്തിൽ പോലും അള്ളാഹുവോ അള്ളാഹുവിൻ്റെ ദൂതനോ ഒരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിച്ചിരിക്കണം. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹു ആരാ? സൈനബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അമ്മായിൻ്റെ മകളാ. ആദ്യം കല്യാണം കഴിച്ചിരുന്ന ആരാ? അറബികൾ മകൻ എന്ന് പറയുന്ന ദത്തുപുത്രൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് സ്വന്തം മക്കളെ പോലെ തന്നെ. മരുവളെ കല്യാണം കഴിക്കണ മാതിരിയാണ് അന്നത്തെ കാലത്ത്. ആ നിയമം, ദത്തുപുത്ര സമ്പ്രദായം ഇല്ലാതാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലാണ് ആദ്യം അത് ഇല്ലാതാക്കുന്നത്. ആദ്യം അനുസരിക്കേണ്ടത് അല്ലാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ അള്ളാഹു ഖുർആനിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിനിങ്ങനെ ന്യായം ആലോചിച്ച് അതങ്ങനെയാണോ അതിങ്ങനെയാണോ എനിക്ക് മാത്രം എന്താ അങ്ങനെ, എന്നിട്ട് ആരും പറയണില്ലല്ലോ, ഉസ്താദന്മാർക്കും മുസ്ലിംമാർക്കും വിവരം ലേറ്റാ, ഇങ്ങനെ ചോദിച്ച് ന്യായീകരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറാനല്ല നമ്മൾ നോക്കണം. അള്ളാഹ് പറഞ്ഞോ
ഞാൻ സ്വീകരിച്ചു. സീനത്ത് തന്നെ എന്താ നമുക്കറിയാം, അലങ്കാരം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമസ്കാര സന്ദർഭങ്ങളിൽ അലങ്കാരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ധരിക്കുന്ന മാന്യമായ വേഷം ധരിച്ച് നമസ്കരിക്കുക, അതാണ് ഇതിൻ്റെ അർത്ഥം. അത് നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മൾ ഖുർആനോട് യോജിപ്പ് പുലർത്തിയല്ല. എത്രയായിട്ടും നമുക്കത് പിന്നെയും നമുക്കിങ്ങനെ വീട്ടിലൊക്കെ എടുത്തൊരു കള്ളിക്കുന്നെടുത്ത് പള്ളിക്കൊക്കെ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ആയത്ത് നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ പരിഭാഷയൊക്കെ എടുത്ത് വായിച്ചു നോക്കി, പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി ഇതിൻ്റെ അർത്ഥം എന്താണ് ഒന്നുകൂടി അർത്ഥം പറഞ്ഞാൽ നിർത്തുക. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ, ഖുദൂ സീനത്തക്കും, നിങ്ങൾ അലങ്കാരം അണിയുക, അലങ്കാരം സ്വീകരിക്കുക, ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും, വകുലു വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, വലാ തുസ്രിഫു, ധൂർത്ത് പാടില്ല, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു ധൂർത്തന്മാരെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ചര്യയിലൂടെ പഠിപ്പിച്ചു തന്നതൊക്കെയും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നാഥ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരുമാറാകണേ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. അള്ളാഹുവെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.